ഈ മദ്യപാനം അവസാനിപ്പിക്കുന്നത് തന്നെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരു ഇൻസ്പിറേഷനാണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു മാറ്റം നടക്കുന്നത്, ഒന്ന് സിനിമ തന്നെ അതിന് സ്വാധീനിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത് സിനിമ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളമടി നിർത്തിയെന്ന് പറയുന്നത് വലിയൊരു മെസ്സേജാണ്. കാരണം ഈ സിനിമ ഓഡിയൻസിനെ സ്വാധീനിക്കുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഇല്ല, സ്വാധീനിക്കുമെന്ന് ഒരു നടൻ തന്നെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഉയർച്ചയും, അല്ലെങ്കിൽ സിനിമയെ ഫോക്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശം അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ശരിക്കും ആ സിനിമ തന്നെയാണോ അങ്ങനെ ഒരു തീരുമാനം പ്രേരിപ്പിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ അത് ശക്തമായിട്ട് എടുക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു അല്ലല്ല. ആ സിനിമയിലെ മുരളിയുടെ കഥാപാത്രത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ തുടർന്നാൽ, ഇപ്പൊ എൻ്റെ മദ്യപാനം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് 5 മിനിറ്റ് പോലും ലേറ്റ് ആയിട്ടില്ല എൻ്റെ ജോലിക്ക്. പക്ഷെ എൻ്റെ ആരോഗ്യത്തിലോട്ട് വളരെ മോശമായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പെരുമാറ്റ രീതിക്ക് വളരെ മോശമായിട്ട് കണ്ടു. നമുക്ക് അറിയാതാണെങ്കിലും അഹങ്കാരം എന്ന് പറയുന്ന ഒരു പേര് കിട്ടാം. നമ്മൾ ചിലപ്പോൾ അഹങ്കാരമില്ല, നമ്മൾ വളരെ റോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ശരികളിൽ നമ്മൾ പിടിച്ചു വെക്കുമല്ലോ, നമുക്കൊരു എക്സ്ട്രാ ഒരു മദ്യത്തിൻ്റെ ധൈര്യം കിട്ടുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും. ഇല്ലേ, ഇതൊക്കെ ഒരു മദ്യത്തിന്റെ ഒരു രസകരമായ അതെ പൂട്ടിയിടേണ്ടി വരും എന്നൊക്കെ പറയും. ഈ പറഞ്ഞ പോലെ നമുക്ക് എനിക്ക് തോന്നിയിരുന്ന ഫീല് ഞാൻ പ്രഭാസാന്ന് തോന്നാറുണ്ട്. അപ്പൊ അത്ര ശക്തി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ 5 അടി 3 ഇഞ്ചുള്ള ഞാൻ. അപ്പം അതായിരുന്നു എനിക്ക് ഒരു പരിധി വരെ അതിൽ എക്സൈറ്റ്മെന്റും തോന്നുന്നു. ഇത്രയുള്ള എനിക്ക് ഭയങ്കര എനർജിയും ശക്തിയും കിട്ടുന്നു. തമാശ ഞാൻ ആസ്വദിച്ചപ്പോൾ കോളേജ് കാലത്തെ മദ്യത്തിൽ എൻ്റെ ജീവിതത്തിൽ തമാശയായിരുന്നു, ഫണ്ണായിരുന്നു. കോളേജിൽ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഞാൻ മദ്യപിക്കുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധിയിൽ അത് മാറി. അതിൻ്റെ ഡൈമെൻഷനോ എനിക്കൊന്ന് ലവ് ആക്ഷൻ ഡ്രാമ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്ട്രെസ് വന്നു. സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് മാറും, നമ്മളെ റിയാക്ട് ചെയ്യുന്ന രീതി മാറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നപ്പോൾ ഇത് ഞാൻ സൺ നെക്സ്റ്റിൽ കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് നാച്ചുറലി എൻ്റെ കൂടെയുള്ള വ്യക്തികൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി, എൻ്റെ പേരൻസ്, എൻ്റെ വൈഫ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇത് മോശമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈറ്റായി, അവരെയൊക്കെ ബാധിക്കുന്നുണ്ട്. അല്ലേ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മളുടെ ഒരു പെരുമാറ്റ രീതി മോശമായാലോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, അറിയാതെ വേദനിപ്പിക്കും, ഇയാൾക്ക് ശരിയായിരിക്കും, ഇയാൾ അറിയുന്നില്ല മറ്റേ ഹേർട്ടായോ എന്ന്, ഇതൊക്കെ അറിയുമല്ലോ ആൾക്കാർ. അപ്പോൾ ഈ നമ്മളെ കുറച്ചെങ്കിലും നമ്മളോട് കൺസേൺ ഉള്ള വളരെ ചുരുക്കം ആൾക്കാരാണ് ഇവരൊക്കെ, നമ്മൾ അടുത്ത് നിൽക്കുന്നത്. അപ്പം അവർ നമ്മളടുത്ത് വളരെ ബ്ലണ്ടായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ മുഹമ്മദ് ചേട്ടൻ ഫീൽഡ് ഔട്ടാണ്, നശിച്ചു എന്നൊക്കെ മുഖത്തോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പം ഒരു 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 എന്തോ ഒന്നായിരിക്കുമല്ലോ, ഒരു ബെല്ലടിക്കുക. നമുക്കൊരു ജിമ്മിൽ പോകാൻ ഒരാൾക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ അത് തോന്നണം അല്ലേ, ആ ഒരു പോയിന്റ്. അതെനിക്ക് സംഭവിച്ചത് ഈ സിനിമ കണ്ടപ്പോഴാണ്. സിനിമ കണ്ടത് കൊണ്ടല്ല, സിനിമ കാരണമായി. ജയസൂര്യ എന്ന് പറഞ്ഞ ജയേട്ടൻ്റെ ഒരു പകർന്നാട്ടമില്ലേ, അഭിനയം ആയിക്കോട്ടെ, അഭിനയമാണെന്ന് നമുക്കറിയാം, ഞാൻ സിനിമയിൽ അതിൽ നിന്നും അറിയാം ചില റിയാക്ഷൻസും സാഹചര്യങ്ങളിലുള്ള നിസ്സഹായാവസ്ഥകളൊക്കെ നമുക്ക് ചിലപ്പോൾ ടച്ച് ചെയ്യും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അത് എവിടെയോ എന്നിൽ ടച്ച് ചെയ്തു. അപ്പം ഞാൻ തീരുമാനിച്ചു പിന്നെ അതിലോട്ടൊരു എനിക്കൊരു അഡിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ശക്തി ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന. അപ്പം എളുപ്പം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. വൺ ഡേ ഡിസൈഡഡ് എന്ന് വെച്ചാൽ ലൈഫ് ടൈം നിർത്തിയെന്ന് ഇപ്പം എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യം വരാം, അതെനിക്കറിയില്ല. ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടും എന്നോട് താല്പര്യം. പക്ഷെ അജുവിൻ്റെ പ്രൊഫൈലിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്ന് ചിന്തിക്കാറുണ്ടോ? ഇപ്പോൾ വെള്ളവടി നിർത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള അംഗീകാരം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കൂട്ടായ്മയിലായിരുന്നു ഈ സിനിമകളൊക്കെ, ആദ്യത്തെ സിനിമകളൊക്കെ, മലർവാടി ആയാലും കുഞ്ഞിരാമായണമായാലും അത്തരത്തിലുള്ള എല്ലാ സിനിമകളിലും ഒരു കൂട്ടായ്മയിലായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ അജു ലീഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അല്ല, അന്ന് ഞാൻ ഒറ്റയ്ക്ക് മദ്യപിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് അങ്ങനെ റെയർ ആയിട്ടുള്ളൂ. കോളേജ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ അങ്ങനെ മദ്യപിച്ച് എൻജോയ് ചെയ്തേക്കുന്നു. അവരൊക്കെ ഇന്നില്ലല്ലോ. അവരുടെ ആയിരുന്നു ഏറ്റവും നല്ല ഫൺ മദ്യപാനത്തിൻ്റെ. മറ്റേതൊക്കെ എപ്പോഴും ഞാൻ ഒന്ന് വിനീതും ഇവരും ഞാനും ഇങ്ങനെ ബേസിൽ ഇവരൊന്നും അടിക്കത്തില്ല. ഇവരൊക്കെ വളരെ നല്ല മനുഷ്യർ. അപ്പോൾ എൻ്റെ കൂടെയുള്ള അലമ്പൻ ഞാൻ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെപ്പോഴും എൻ്റെ കാര്യം ഇപ്പം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, വിശാഖും ധ്യാനും ഞാനും കൂടെ ലവ് ആക്ഷൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് രാവിലെ എത്തി തിരുവനന്തപുരത്താന്ന് തോന്നുന്നു, SP എന്ന് പറഞ്ഞ ഹോട്ടലിൽ
ഫോൺ ചെയ്ത് രാവിലെ 10-10:30 വന്ന് കയറി ഒന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിക്കാനപ്പം അവർക്ക് ഹോർലിക്സ് വേണമെന്നു. ഞാൻ രാവിലെ ചേട്ടാ 2 ഹോർലിക്സും 2 റമ്മും. അവരവിടെ വിചാരിച്ചു അതെന്ത് മിക്സാ, അത് കേട്ടോ. അതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ കൂടെയുള്ള 2 പേര് ഹോർലിക്സാണ് കുടിക്കുന്നത്. എനിക്കങ്ങനെ ആരും വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് പോയ ഇഷ്ടമായിരുന്നു. പക്ഷെ തന്നെ ഞാൻ ബാറിലൊക്കെ പേടിച്ചു. ആ സിനിമകളുടെ കൂട്ടായ്മ പറയുമ്പോൾ അടികപ്പിയാരെ കൂട്ടമണിയും കൂടെ പറയണം. കാരണം എങ്ങനെയാണ് ഒരു സിനിമയുടെ ക്രാഫ്റ്റ് ഒരു സക്സസ്സിലേക്ക് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിനിമകളിലൊന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടികപ്പിയാരെ കൂട്ടമണി റീവാച്ചബിൾ ആയിട്ടുള്ള ഇപ്പോഴും ആൾക്കാർ കാണുന്ന പജു വർഗീസിനെ അടയാളപ്പെടുത്തിയ സിനിമകളിൽ ഒന്നുകൂടിയാണ് അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറയുന്നത്. അത്തരം സംരംഭങ്ങളിൽ നിന്നിരുന്നൊരു അജു ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു തരത്തിൽ മുന്നോട്ട് പോകാനും ഒറ്റയ്ക്ക് ലീഡ് ചെയ്യാനും ഒക്കെയുള്ള രീതിയിലേക്ക് പോകുന്നൊരു അജു ഉണ്ട്. ഇത് രണ്ടും അജു കാണുന്നുണ്ട്. ഇതിൽ സന്തോഷം കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അജു പറയാം, പ്രത്യേകിച്ച് അടികപ്പിയാരെ കൂട്ടമണി പോലെയുള്ള സിനിമകൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ശ്രദ്ധിക്കാത്ത സിനിമകൾ ചൂസ് ചെയ്തിരുന്ന സമയം ആര് വിളിച്ചാലും ഞാൻ അഭിനയിക്കാൻ പോകും. എനിക്ക് ഇൻട്രാക്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആയിരുന്നു ഇൻഹിബിഷൻസ് പോകുക എന്നുള്ളത്. പിന്നെയാണ് ക്രിറ്റിസിസംസ് വന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഇത് ടൈപ്പ് കാസ്റ്റിംഗ് കൂടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് എന്നോട് ചോദിച്ചു ടൈപ്പ് കാസ്റ്റിംഗ് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ബുദ്ധിമുട്ടല്ല, ടൈപ്പ് കാസ്റ്റിംഗ് കൂടിപ്പോയാൽ ചീത്തയാണ് ഒരാളുടെ കരിയറിന് നമുക്ക് മനസ്സിലായി. വിവേകവും വിവരമുള്ള സോഷ്യൽ മീഡിയയിലെ ചില കുറിപ്പുകൾ നമുക്ക് തന്നു, നല്ല കുറിപ്പുകളും ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്നാണല്ലോ നമുക്ക് കോവിഡ് വന്നു ഭാഗ്യത്തിന്. ഒരു തരത്തിൽ മലയാള സിനിമയ്ക്ക് ഞാൻ കോവിഡ് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു, എനിക്ക് പേഴ്സണലി. അപ്പം അവിടെ നിന്നാണ് ഈ ഒരു ഹെലൻ സംഭവിക്കുന്നത്. അവിടുന്ന് ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ ഒരു തീരുമാനം എടുത്തു. എൻ്റേത് ടൈപ്പ് കാസ്റ്റഡ് ആയ വേഷങ്ങൾ ചെയ്യാം, പക്ഷെ എണ്ണം കുറയ്ക്കണം. കൂടുതലും അതാണെങ്കിൽ അതൊരു 3 എണ്ണം വിളിച്ചാൽ 1 ചെയ്യാം, അല്ലേ? പുതിയത് എന്തുണ്ടോ നമ്മൾ ചെയ്യാത്തത്, അത് ഒരു സീനാണെങ്കിലും ചേട്ടൻ നേരത്തെ പറഞ്ഞ ആടിൻ്റെ പോലത്തെ ആണെങ്കിലും അത് ചെയ്യും. ലെങ്ത് ഉണ്ടാവില്ല, പക്ഷെ കുഴപ്പമില്ല. അതായിരിക്കണോ എനിക്ക് അടുത്തത് പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു മേഖലയായി മാറി. ബിക്കോസ് എൻ്റെ പ്രൈമറി ആഗ്രഹം, ലക്ഷ്യം എന്നൊന്നും പറയുന്നില്ല, ആഗ്രഹം. ഇപ്പം എന്ത് എനിക്കൊരു സന്തോഷം കിട്ടും, ഒരു ഡയറക്ടർ ഒരു ആക്ഷൻ വിളിച്ചു കഴിഞ്ഞ് എന്ത് ഭാവം പറഞ്ഞാലും അത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആക്ടറാവണം. ഇതാണ് എൻ്റെ ഡ്രീം. അല്ലാതെ ബിസിനസ് പൊട്ടൻഷ്യലുള്ളൊരു സ്റ്റാർ ആകുക എന്നുള്ളതല്ല. ബിക്കോസ് എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ലീഡ് സ്റ്റാർ മെറ്റീരിയൽ അല്ല.